അപ്പൊ നമ്മുടെ പാർട്ട് 2 എല്ലാവർക്കും വെൽക്കം. നമ്മ ഇത് വെച്ച് എന്താ ചെയ്യണേന്ന് കാണിക്കാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കമന്റിലൊക്കെ കുറെ പേര് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മ ഇത് ഇനി എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. വാഴ വെട്ടാൻ വന്നേക്കാണ് ഗൈസ്. നമ്മ എന്തിനാണെന്നറിയോ ഗൈസ് ഈ വാഴയിലേക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുത്തിട്ട് പോണത്? ഇത് നമ്മ ഫിഷ് ടാങ്കിലിടും നമ്മ പണിത. അതിനകത്ത് നമ്മ പെയിന്റ് അടിച്ചില്ല. ആ പെയിന്റിന്റെ കെമിക്കൽസ് ഒക്കെ ഈ വാഴയില വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയാണ് ഈ വാഴയില ഇടണത്. ഒരു 3-4 ദിവസം ഇങ്ങനെ ഇടണം. ചെടിയൊക്കെ നടാൻ വേണ്ടി കുറച്ച് മണ്ണുള്ളല്ലോ. അപ്പൊ മണ്ണെടുക്കാൻ വന്നതാണ്. ഇതല്ല പുഴയിലെ മണ്ണാണ് ഗൈസ്. അപ്പൊ നമ്മ മണ്ണ് കഴുകാൻ പോയാണ്. അഴുക്കണ്ട ഗൈസ്, അതൊക്കെ നമ്മ ഇങ്ങനെ പൊന്തി വരും. അപ്പൊ അതൊക്കെ നമ്മ ഇങ്ങനെ ഒഴിച്ചാലാണ്. പിന്നെ നമ്മ കൊറേ പ്രാവശ്യം കഴുകണം ഗൈസ്. നമ്മ മണ്ണ് നല്ലോണം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കാം. കാരണം മറ്റേതിനകത്ത് നമ്മ വാഴയുടെ ഇലയിട്ട് വെച്ചേക്കണല്ലേ. അപ്പൊ നമ്മ വാങ്ങണ പ്ലാന്റുകളെല്ലാം ഇതിനകത്തായിരിക്കും നമ്മ നടാൻ പോണത്. ഇനി കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യണം. കല്ലുകൾ കുറച്ച് നാട്ടിൽ നിന്ന് തന്നെയുള്ള കല്ലുകളുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ കല്ലുകളുണ്ട്. ഇനി കുറച്ചുകൂടി കല്ലുകൾ വാങ്ങണം. പിന്നെ ചിരട്ടയൊക്കെ വെച്ചിട്ട് കുറച്ച് കൂട് പോലെയൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇനി അതിനുള്ള പണികളാണ് ഗൈസ്. നമ്മളില്ലേ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ മീൻ ഇങ്ങനെ കൂട് പോലെയും പിന്നെ ചെടിയൊക്കെ നടുമ്പോ ഒരു സപ്പോർട്ട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് നമുക്ക് ആദ്യം ഈ ചിരട്ടയുടെ ഈ സാധനങ്ങളൊക്കെ കളയണം. അപ്പൊ നമ്മുടെ ചിരട്ടയൊക്കെ ഏകദേശം ഒരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിരട്ടയില്ലേ നമുക്ക് 2ആയിട്ട് മുറിക്കാം. ഇത് നമ്മില്ലേ മുകളിലെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയും ഗൈസ്. അപ്പൊ ഇത് ഞാൻ കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് ഗൈസ്. ഇനി ഇതിങ്ങനെ വെറുതെ വെച്ചെടുത്താൽ അതിനകത്ത് മീനൊക്കെ ഒന്നിരിക്കാം. ഈ സൈഡ് ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇതിങ്ങനെ ഇഷ്ടിക വെച്ച് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി ഇങ്ങനെ വെറുതെ. അപ്പൊ അതൊരു എൻട്രൻസ് പോലെയല്ലേ. അപ്പൊ നമുക്കില്ലേ ഇത് എവിടെ കറക്റ്റ് വെക്കണമെന്ന് ഞാനിപ്പോ തപ്പി നടക്കണായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ വെക്കാൻ പോയത്. ഇതിന്റെ ഇടയിൽ ഒരു സൈഡ് ഇങ്ങനെ കയറ്റിയിട്ട് അപ്പുറത്തെ സൈഡ് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ഇഷ്ടിക കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം നിറഞ്ഞാലും ഇത് ഇതുമ്പോ താങ്ങിക്കോളും. ഇപ്പൊ ചിരട്ടയുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ടാങ്കിലോട്ട് ഇടാൻ പോണത്. 2 ഡ്രിഫ്റ്റ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിരട്ടയൊക്കെ ഉണ്ടാക്കണം ഞാൻ നിങ്ങളെ കാണിച്ചെന്ന്. പിന്നെ ഒരു വലിയ പീസ് ചെങ്കല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകൾ. പിന്നെ നമ്മ തന്നെ കഴുകി എടുത്ത മണ്ണ് ഇല്ലേ, നമ്മ കഴുകി വെച്ച റിവർ സ്റ്റാൻഡ് ഇല്ലേ, അത് നമുക്ക് ഇതിനകത്ത് അടിയിലിട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് ഇട്ടും കുറച്ച് സാധനങ്ങൾ ഇടാനുള്ളത്. മറ്റേ കരിങ്കല്ലും ഉണ്ട്. പിന്നെ കുറച്ച് കളർ കല്ലും ഉണ്ട്. പിന്നെ ഇത് നമ്മ പുഴയെന്നൊക്കെ എടുത്ത കല്ലുകളാണ്. ഇതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്ക. വെള്ളം ഒഴിക്കാൻ കഴിച്ചു. ഇനി നമ്മല്ലേ ടാങ്കിലേക്ക് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടാങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നോക്കാം. ഇതാണ് നമ്മ മേടിച്ച പമ്പ് ഗൈസ്. നമുക്ക് ഈ പമ്പ് എടുത്തിട്ട് ഈ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം നൈസായിട്ട്. എന്നിട്ട് ഈ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി എടുക്കാം. മനുച്ചേട്ടന്റെ വീട്ടിൽ പോവാ. അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും വരാം. ഇതാണ് ഗൈസ് മനുച്ചേട്ടന്റെ വീട്. മനുച്ചേട്ടന്റെ വീട്ടില് അത്യാവശ്യം അക്വേറിയം പ്ലാന്റ്സും അക്വേറിയം ഫിഷസിനെയൊക്കെ പുള്ളി സെല് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോ എനിക്ക് എന്റെ ചെറിയ പ്രായം ഓർമ്മ വരും ഗൈസ്. ഞാൻ സ്കൂളിൽ പോരുന്ന സമയം, ആ സമയത്തൊക്കെ കാശ് കിട്ടിയാൽ നേരെ മനുച്ചേട്ടന്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ മീനെയൊക്കെ നോക്കി കുറെ നേരം നിന്നുപോയി. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേണം. പിന്നെ
ഇതും പ്ലാന്റുകളില്ലേ നമുക്ക് മുറിച്ച് നടക്കാം ഗൈസ്. ചെടികളൊക്കെ വാങ്ങിച്ച ചെടികളെല്ലാം അതിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പണികൾ ഏറെക്കുറെ കഴിഞ്ഞ് നമ്മ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പ്ലാന്റ് പിടിപ്പിക്കണം. മോട്ടർ വർക്ക് ചെയ്യിച്ചാൽ കാണിച്ചരാ. മെൽവേ ഗൈസ്, നമ്മ വാങ്ങിച്ച പമ്പില്ലേ അത് 1/2 മണിക്കൂർ വർക്ക് ചെയ്ത് കടിച്ചു പോയി ഗൈസ്. ഈ പമ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ആരും ഇത് വാങ്ങരുത്. ഇത്ത വാങ്ങിച്ചേക്കണ സാധനമല്ലേ കാണിച്ചതാ ഗൈസ്. അല്ല, ബുദ്ധന്റെ പ്രതിമയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. പായലെടുക്കാൻ വേണ്ടി മെൽവിന്റെ വെട്ടിയാണ്. ഇതാണ് മെൽവിന്റെ വട്ടി ലക്കി കുട്ടൻ. വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണോട്ടാ. മെൽവിന്റെ ഫിഷ് ടാങ്കിന്ന് പാല് കട്ട് ചെയ്തെടുത്ത് ഗൈസ്. നമ്മളില്ലേ മെൽവിന്റെ വാങ്ങിച്ചു വെച്ച ചെടി നമുക്ക് ഇതിനകത്ത് നട്ടു കൊടുക്കാം ഗൈസ്. കുറച്ച് ചാർക്കോളും കുറച്ച് കല്ലും കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, സംഭവം റെഡിയായി. ഇത് കണ്ട പ്ലാന്റ് ഒക്കെ പിടിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് ഒക്കെ ഓക്കെ ഇട്ടിരിപ്പുണ്ട്. പിന്നെ ചിരട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുണ്ടാക്കിയിട്ടുണ്ട്, കല്ലുകളെല്ലാം ഇട്ട്. അപ്പൊ നമ്മുടെ ടാങ്കിന്റെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം സെറ്റായി. നമ്മുടെ ബുദ്ധന്റെ പ്രതിമ അവിടെ വെക്കണമല്ല. ഈ അടുത്ത വീഡിയോയില് ഫിഷ് എങ്ങനെയാണ് നമ്മൾ ഇടാൻ പോണെന്നും പിന്നെ ഇനി എന്തൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തുന്നും പിന്നെ ഫിൽട്രേഷൻ എങ്ങനെ ചെയ്യാൻ പോണെന്നും അടുത്ത വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിക്കോളൂ ഗൈസ്. മീന വാങ്ങലും കാര്യങ്ങളും ആയിക്കോളൂ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ